everyone, welcome back to Salem Learning and heartily welcome to our English class. This is Mama Shaju. You can call me SJ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നാണ്. സൺറൈസ് ഓൺ ദ ഹിൽസ് നമുക്കറിയാം തേർഡ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഇനി പഠിച്ചു തുടങ്ങാമെന്നൊക്കെ തീരുമാനിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ കവർ ചെയ്യാൻ പോവാണ്. അതും വളരെ ഈസി ആയിട്ട്, എന്ന് വെച്ചാൽ പോയിന്റ് വൈസ് ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. സോ ഓരോ പോയിന്റ്സും ഓർത്ത് വെക്കാൻ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പോയിന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉറപ്പായും കാണുന്ന 2 പോയത്തൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ്, കുറേ മാർക്സിന് നമുക്ക് ഈ പറയുന്ന 80 മാർക്കിൻ്റെ അകത്തുനിന്നും പോയത്തൊന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നേരെ ഞാൻ ചാപ്റ്ററിലേക്ക് വരികയാണ്. ആദ്യത്തെ പോയിന്റ് ഇതാന്ന് നോക്കിക്കോ. ദ പോയം സൺറൈസ് ഓൺ ദ ഹിൽസ് ഇസ് റിട്ടൺ ബൈ H.W. Longfellow. ആരാണ് എഴുതിയിട്ടുള്ളത്? യെസ്, ദ പോയം ഇസ് റിട്ടൺ ബൈ H.W. ഹോംവർക്ക് എന്നിട്ട് ആലോചിച്ചാൽ വെച്ചാൽ മതി. ഓക്കെ, പേരെന്തായാലും ഓർത്ത് വെക്കണം. ലോങ് ഫെല്ലോ, നല്ല പൊക്കമുള്ള ഫെല്ലോ ആണെന്ന് എന്തെങ്കിലും ഓർത്ത് വെക്കാം കേട്ടോ. എന്താണ്? H.W. Longfellow. H.W. ഹോംവർക്ക് ലോങ് ഫെല്ലോ അല്ലേ? ഹോംവർക്ക് ലോങ് ഫെല്ലോ എന്നോ H.W. Longfellow എന്നോ ഓർത്ത് വെക്കണം, നിർബന്ധമാണ്. നെക്സ്റ്റ് പോയിന്റ്, Longfellow describes the glory and beauty of nature. ഈ പോയത്തിനകത്ത് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണെന്നറിയോ? യെസ്, അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ ഗ്ലോറി, അതുപോലെ തന്നെ മഹനീയമായിട്ടുള്ള അതിൻ്റെ മനോഹാരിത ആൻഡ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ആ ഒരു മഹത്വത്തെയും അതുപോലെ തന്നെ അതിൻ്റെ മനോഹാരിതയെയും കുറിച്ചാണ് പോയറ്റ് എന്ത് ഈ പോയത്തിൻ്റെ അതിൽ കംപ്ലീറ്റും പറയുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പോയറ്റ് പറയുന്നത്. നിങ്ങളുടെ ഭാഷ അതിൽ എഴുതിയാൽ മതി, നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ എഴുതിയാൽ മതി. റെഡി അല്ലേ? അപ്പോൾ 2 പോയിന്റ് ആയിട്ടോ, ലോങ് ഫെല്ലോ, അതുപോലെ ഇതിനകത്ത് പറയുന്നത് ബ്യൂട്ടി ഓഫ് നേച്ചർ, ഗ്ലോറി ഓഫ് നേച്ചറിനെ കുറിച്ചാണ്. 3ാമത്തെ പോയിന്റ്, the poem consists of 3 stanzas of varying length. 3 സ്റ്റാൻസേഴ്സ് ആണ് ഈ പോയത്തിനകത്തുള്ളത്. സ്റ്റാൻസ അറിയാത്തവർക്ക് പാരഗ്രാഫ് ഇല്ലേ, അത് കവിതയിൽ നമ്മൾ പറയുമ്പോൾ അതിനെ സ്റ്റാൻസ എന്നാണല്ലോ പറയാ അല്ലേ? അപ്പം 3 സ്റ്റാൻസേ ഉള്ളൂ ഈ പോയത്തിനകത്ത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഓഫ് വേരിയിങ് ലെങ്ത് ആണ്. സാധാരണ 4 വരി 4 വരി 4 വരി ഇങ്ങനെയല്ലേ ഉണ്ടാവാറ്. അതിന് പകരമായിട്ട് ആദ്യത്തെ സ്റ്റാൻസ പക്ക വലിയൊരു സ്റ്റാൻസ, 2ാമത്തത് കുറച്ചുകൂടെ വലുത്, 3ാമത്തത് വളരെ ചെറുത്. ഇങ്ങനെ വേരിയിങ് ലെങ്ത്തിലുള്ള പല ലെങ്ത്തിലുള്ള ഒരു സ്റ്റാൻസ ക്രമമാണ് ഈ ഒരു പോയത്തിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. നമുക്ക് അപ്രീസിയേഷനിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ദ പോയറ്റ് ഇസ് ഡിലൈറ്റഡ്. 4ാമത്തെ പോയിന്റ് നോക്കണേ. ദ പോയറ്റ് ഇസ് ഡിലൈറ്റഡ്, ഹാപ്പിയാണ്. പോയറ്റ് ഭയങ്കര ഹാപ്പിയാണ്. ബൈ ദ മാഗ്നിഫിഷ്യൻറ്റ് സൈറ്റ് ഓഫ് ദ നേച്ചർ, പ്രകൃതിയുടെ ആ മനോഹരമായിട്ടുള്ള ഭംഗി കണ്ടിട്ട് അദ്ദേഹം ഭയങ്കര അസ്റ്റാണിഷ്ഡ് ആണ്, ഡിലൈറ്റഡ് ആണ്, ഹാപ്പിയാണ്. എന്തെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഹാപ്പിയാണ് അദ്ദേഹം പ്രകൃതിയുടെ മനോഹാരിത കണ്ടിട്ട്. മാഗ്നിഫിഷ്യൻറ്റ്, മഹനീയമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട്. നെക്സ്റ്റ്, ദ പോയറ്റ് ഇസ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ. പോയറ്റ് എവിടെയാണ് നിൽക്കുന്നത്? ഹി സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ. അദ്ദേഹം ഒരു കുന്നിൻ്റെ മേലെയാണ്. നമ്മളൊരു ട്രിപ്പ് പോയതാന്ന് വിചാരിക്കുക, ഒരു കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയതാന്ന് വിചാരിക്കുക. കൊടൈക്കനാലിലെ കുന്നിൻ്റെ മേലെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ചുറ്റിലും ഒരുപാട് എന്താ പറയുക മനോഹരമായ കാഴ്ചകളുണ്ട്, മറ്റൊരുപാട് കുന്നുകളുണ്ട് അല്ലേ? ഞാൻ അതിരാവിലെയാണ് പോയത്. പോയിട്ട് അതിരാവിലെയാണ് പോകുന്നത്. എന്ത് കാണാനാണ് പോയതെന്ന് അറിയോ? സൺറൈസ് കാണാനാണ് പോയത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു കുന്നിൻ്റെ മേലെ പോയിട്ടുണ്ടോ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്? നമ്മൾ മീശപ്പുലി മലയുടെ ഒക്കെ മേലെ പറയാറുണ്ട്, ചെമ്പ്ര പീക്കിൻ്റെ ഒക്കെ മേലെ പോകാറുണ്ട്, ട്രക്കിംഗ് ഉണ്ട് അല്ലേ? സൺറൈസ് കാണാനും ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു സൺറൈസ് കാണാൻ വേണ്ടി ഇദ്ദേഹം ഒരു കുന്നിൻ്റെ മേലെ കയറി നിൽക്കുകയാണ്. ചുറ്റിലുമുള്ള കാഴ്ചകൾ, സൂര്യ ഉദിച്ചു വരുന്ന സമയത്തുള്ള മനോഹരമായിട്ട് കാഴ്ചകളെ കുറിച്ചാണ് ഈ പോയത്തിൽ പറയുന്നത്. ദ പോയറ്റ് ഇസ് സ്റ്റാൻഡിങ് ഓൺ എ ഹിൽ. ദ പോയം സ്റ്റാർട്ട്സ് വിത്ത് ദ സൺറൈസ്. പോയം തുടങ്ങുന്നത് എവിടെയാണ്? സൺറൈസിലൂടെയാണ്. ഒരു സൂര്യൻ ഉദിക്കുന്ന കാഴ്ച പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. എമിഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഓഫ്, ഇൻ ദ മിഡിൽ ഓഫ്, നടുവിൽ ഓഫ് ദ ഹിൽസ്. കൊടൈക്കനാൽ ഞാൻ പറയുമ്പോൾ അതിനെന്തിനാന്ന് വെച്ചാൽ, കൊടൈക്കനാൽ ഇപ്പോൾ നമ്മൾ സൂസൈഡ് പോയിന്റിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു കുന്നിൻ്റെ മേലെ നമ്മൾ നിൽക്കുന്നുണ്ടാവുക, പക്ഷെ നമുക്ക് ചുറ്റിലുമായിട്ട് ഒരുപാട് കുന്നുകൾ മറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ ഹീസ് സ്റ്റാൻഡിങ് ടു സീ ദ സൺറൈസ് എമിഡ്സ്റ്റ് ദ ഹിൽസ് എന്ന് വെച്ചാൽ കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും ഒരുപാട് കുന്നുകൾ വേറെയുണ്ട്. ഹീസ് ഇൻ ദ മിഡിൽ ഓഫ് ഹിൽസ്, കുന്നുകളുടെ നടുവിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ പിക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നില്ലേ? ഇങ്ങനെ പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താ നമ്മൾ പറയുക? ഇമേജറി എന്ന് പറയും അല്ലേ? വിഷ്വൽ ഇമേജറി നമുക്ക് പഠിക്കാറുണ്ട്. ഇമേജറി കാണുന്ന പോലെ തോന്നുന്നത് വിഷ്വൽ ഇമേജറി, കേൾക്കുന്ന പോലെ തോന്നുന്നത് മഴ പെയ്യുന്നു, കേൾക്കുന്ന പോലെ തോന്നുന്നു, കാണുന്ന പോലെ തോന്നുന്നു. അത് ഓഡിറ്ററിയോ ആണ് വിഷ്വലോ ആണ് അല്ലെ? ഓഡിറ്ററി കേൾക്കുന്ന പോലെ തോന്നുന്നത്. ഈ തൊടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? യെസ്, എന്താ പറയുക? ടാക്ടൈൽ, ടി ഫോർ ടച്ച് ആലോചിച്ചാൽ മതി. ടാക്ടൈൽ ഇമേജ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തിലേക്ക് വരാം. ദ പോയറ്റ് ഒബ്സർവ്സ് ദ ചേഞ്ചസ് ദാറ്റ്
occur in nature when sun rises. പോയിട്ട് ഇങ്ങനെ നോക്കി കാണുക മാത്രമാണ് ഈ പോയത്തിൽ ചെയ്യുന്നത്. എന്താ? യെസ്, അദ്ദേഹം ഇങ്ങനെ ആ സൺറൈസ് വരുന്ന സമയത്ത്, സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളെ പറ്റി അദ്ദേഹം പറയാണ്, ചേഞ്ചസിനെ പറ്റി പറയാണ്. ദ പോയിറ്റ് ഒബ്സർവ്സ്, അദ്ദേഹം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു ദ ചേഞ്ചസ് ദാറ്റ് occurs in nature when the sun rise. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പ്രകൃതിയിൽ ഉണ്ടാവുന്ന കാഴ്ചകളെ, മാറ്റങ്ങളെ അദ്ദേഹം ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് വിവരിച്ചു തരുന്നതാണ് പോയം. അതിന്റെ ഫസ്റ്റ് സ്റ്റാൻസ. ഓക്കെ, ദ സ്കൈ ഇസ് ഗ്ലോറിയസ്. ഇനി ആ ചേഞ്ചസ് എന്തൊക്കെയാന്ന് പറയാണ്. ദ സ്കൈ ഇസ് ഗ്ലോറിയസ് വിത്ത് ദ റേസ് ഓഫ് റൈസിങ് സൺ. സണ്ണ് ഉദിക്കുന്ന സമയത്ത് ഈ സ്കൈ കാണാൻ ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഉദിച്ചുയരുന്ന ആ ആകാശത്തെ കാണാൻ വളരെയധികം ഗ്ലോറിയസ് ആയിട്ടുള്ള കാഴ്ചയാണ്. വിത്ത് ദ റേസ് ഓഫ് ദ റൈസിങ് സൺ. ഓക്കെ, ദ റൈസിങ് സൺ മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ഫെയ്ഡ്. ഈ റൈസിങ് സണ്ണ് ഉദിച്ചു വന്നപ്പോൾ രാത്രിയിൽ നിങ്ങൾ നക്ഷത്രങ്ങൾ കണ്ടിട്ടില്ലേ? നക്ഷത്രങ്ങൾ എന്ത് ഭംഗിയായിട്ടാണല്ലേ? അതുപോലെ ചന്ദ്രനൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് രാത്രിയിൽ. പക്ഷെ സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ നിഷ്പ്രഭരായി. അതിൻ്റെ ഗ്ലോറിയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു, അതിൻ്റെ ആ ഒരു മനോഹാരിതയൊക്കെ നഷ്ടപ്പെട്ടു. സൂര്യൻ അതിനേക്കാൾ നല്ല ഭംഗിയുള്ളതായതുകൊണ്ട്. റെഡിയല്ലേ? ഇതുപോലെ പറയാണ്, സൂര്യൻ ഉദിച്ചപ്പോൾ റൈസിങ് സൺ മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ്സ് ഫെയ്ഡ്. അതുവരെ നല്ല ഗംഭീരമായി നിന്നിരുന്ന ആ മേഘങ്ങളൊക്കെ എന്തായിപ്പോയി? അവരുടെ ഗ്ലോറി നഷ്ടപ്പെട്ടു. ഓക്കെ, അവരുടെ ആ ഒരു ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, അവരായിരുന്നു അതുവരെ സ്റ്റാർ. പക്ഷേ സൂര്യൻ എത്തിച്ചതോടുകൂടിയിട്ട് അവരുടെ സ്റ്റാർഡം ഒക്കെ അങ്ങോട്ട് പോയി, അവരുടെ ഗ്ലോറിയൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ എല്ലാ ശ്രദ്ധയും ആരുടെ മേലെയായി? ഈ സൂര്യൻ്റെ മേലെയായി. ഓക്കെ, ഇനി അടുത്ത ലൈൻ നോക്കുക. ദ സൺ ഇസ് കമ്പയർഡ് ടു എ വാറിയർ. ഇവിടെ സൂര്യനെ ഒരു വാറിയർ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു സിമിലി ഉണ്ട് അവിടെ. എന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങനെ അതിൻ്റെ മാർച്ച് ചെയ്തു വരുന്നു എന്ന് പറയുന്നു. മാർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെ സാധാരണ മാർച്ച് ചെയ്യുക അല്ലേ? അത് തിരിച്ചു പോയതായിരുന്നു ഇന്നലെ രാത്രിയിൽ. എവിടെ? സൺസെറ്റിൽ തിരിച്ചു പോയതാണ്. പിന്നെയും തിരിച്ചു വരികയാണ്. എവിടേക്ക്? നമ്മുടെ സൺറൈസിന് വേണ്ടിയിട്ട് അല്ലെ, ഹൊറൈസണിൽ സൺറൈസിന് വേണ്ടിയിട്ട് അത് ഉയർന്നു വരികയാണ്. ആ ഉയർന്നു വരുന്നത് ഒരു മാർച്ചിങ് ആയിട്ടാണ് പറയുന്നത്. ആ മാർച്ചിങ് ചെയ്യുന്നത് ആരെ പോലെയാണ്? ഒരു പട്ടാളക്കാരനാണ് സാധാരണ മാർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ പട്ടാളക്കാർ മാർച്ച് ചെയ്ത് വരുമ്പോൾ സൂര്യൻ വിജയിച്ചു അല്ലെ, ക്ലൗഡ് തോറ്റുപോയി. ആ ക്ലൗഡിൻ്റെ പരാജയത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു എന്താ പറയുക, പട്ടാളക്കാരെ പോലെയാണ് ആര്? ക്ലൗഡ്സ് എന്നും കൂടെ അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ വരികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയ പട്ടാളക്കാരെ പോലെ. യുദ്ധത്തിൽ പരാജയപ്പെട്ട പട്ടാളക്കാർ എങ്ങനെ ആയിരിക്കും നിൽക്കുക? അല്ല, ഒരു ഭയങ്കര അധികം അവരുടെ ഫേസ് ഒക്കെ ഫെയ്ഡ്, ഒരു ഭയങ്കര ഗ്ലൂമി ആയിരിക്കും അല്ലേ, ദുഃഖം ഉണ്ടാവും, തല താഴ്ത്തിയിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെയാണ് ഇപ്പോൾ ക്ലൗഡ്സിൻ്റെ അവസ്ഥ എന്ന് ഒരു ചെറിയ ഉപമ അവിടെ അവർ പോയറ്റ് ലോങ് ഫെല്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ദ വാലി റെസ്പോൺസ് ടു ദ റൈസിങ് സൺ ഇൻ എ ലൈവ്ലി മാനർ. ഇനി താഴെ നോക്കുകയാണെങ്കിൽ ഈ കുന്നിൻ്റെ ചെരുവിലുള്ള താഴ്വാരം, അതാണ് വാലി, വെയിൽ എന്ന് പറയും അല്ലെ. ആ താഴ്വാരം ഉണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് റെസ്പോണ്ടിങ് ടു ദ സൺ, റൈസിങ് സൺ ഇൻ എ ലൈവ്ലി മാനർ. വളരെ ലൈവ്ലി ആയിട്ട് അതും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പക്ഷികളും ജീവജാലങ്ങളൊക്കെ ഉണരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള മരങ്ങളുടെ മേലെ ഈ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്തുണ്ടാവുന്ന തിളക്കവും വെള്ളത്തിൽ തട്ടുന്ന സമയത്തുണ്ടാവുന്ന തിളക്കവും ഒക്കെയാണ് ഈ ലൈവ്ലി മാനർ. വാലി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. ആളുകളൊക്കെ ഉണരുന്നു അല്ലെ, ലൈവ്ലി ആവുന്നു അവിടെയൊക്കെ. ഇതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, ദ വാട്ടർ ദാറ്റ് ഫ്ലോസ് ഇൻ ദ റിവർ ഗെറ്റ്സ് ഡാർക്കൻഡ് ബൈ ദ ഷെയ്ഡ് ഓഫ് ദ ഫോറസ്റ്റ്. മറ്റൊരു കാഴ്ച അദ്ദേഹം കാണുന്നത്, അവിടെ താഴെ ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അതിലെ വെള്ളത്തിൻ്റെ നിറം ഇരുണ്ടതാണ്. എന്താണ് കാരണം? അവിടെ ഫോറസ്റ്റിൻ്റെ ഷെയ്ഡുണ്ട്. ഫോറസ്റ്റിൻ്റെ ഷെയ്ഡ് ഉണ്ട്, അത് തിക്ക് ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിൻ്റെ ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് ആ റിവറിലെ വെള്ളം ഡാർക്ക് കളറായിട്ട് കാണുന്നത്. നെക്സ്റ്റ്, ദ ഐഡിയ ബിഹൈൻഡ് ദ പോം ഇസ് ദാറ്റ് നേച്ചർ ഇസ് ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ക്യൂർ. ഈ പോയത്തിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ സ്റ്റാൻസ ചെറിയ സ്റ്റാൻസ എന്ന് പറഞ്ഞു. ആ സ്റ്റാൻസക്കകത്ത് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ മെസ്സേജാണ്. ഓക്കെ, എന്താണ് മെസ്സേജ് നമുക്ക് നോക്കാം. ദ ഐഡിയ ബിഹൈൻഡ് ദ പോം. ഈ പോയത്തിൻ്റെ ആ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നേച്ചർ ഇസ് ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ക്യൂർ. നമുക്ക് പ്രചോദനം കിട്ടാൻ, അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരമാവാൻ, അതിനൊരു ആശ്വാസമാവാൻ ആര് മതി? നേച്ചർ മതി. അതല്ലേ നമ്മൾ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഈ നായകനൊക്കെ പോയിട്ട് കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും പോകാറുണ്ട് പാർക്കിലും ബീച്ചിലൊക്കെ ഒന്ന് സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. ഈ നേച്ചറിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഹീലിങ്ങിനുള്ള. ഓക്കെ, നമ്മുടെ പ്രയാസങ്ങളെ മാറ്റാനുള്ള ഒരു കപ്പാസിറ്റി നേച്ചറിനുണ്ട് എന്നാണ് പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ക്യാൻ ഹീൽ ദ വൂൺസ് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ വൂണ്ട്, മുറിവുകൾ ഉണക്കാനുള്ള, ഓക്കെ, അത് ഭേദമാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ
ആർക്കുണ്ട്? നേച്ചറിനുണ്ട്. ഓക്കെ, ദ പോം ഇസ് ഫുൾ ഓഫ് വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനസ്തെറ്റിക് ഇമേജറി. പോയത്തിൽ നിറയെ എന്താണ്? വിഷ്വൽ ഇമേജ് ഉണ്ട്, ഓഡിറ്ററി ഇമേജ് ഉണ്ട്, ചലിക്കുന്ന പോലെയുള്ള ഇമേജസ് ഉണ്ട്. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ റണ്ണിങ് റിവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും? ആ ചലിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ? റിവർ എന്ന് പറഞ്ഞാൽ മതി, റിവറിന് ഒഴുക്കുണ്ടാവും നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? പക്ഷേ റണ്ണിങ് റിവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒഴുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കറക്റ്റ് വരികയോ ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കിനസ്തെറ്റിക് ആയിട്ടുള്ള ഇമേജറി, ഓഡിറ്ററി ഇമേജറി, അതുപോലെ തന്നെ വിഷ്വൽ ഇമേജറി എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുന്ന പോലെ തോന്നുന്നത്, നമുക്ക് അനുഭവപ്പെടുന്ന പോലെ തോന്നുന്നത്, ഇതാണ് ഇമേജറി. ഓക്കെ, അപ്പോൾ പോയത്തിൽ നിറയെ ഇത് തന്നെയാണ്. നെക്സ്റ്റ്, ദ പോം ഇസ് റിച്ച് ഇൻ ഇമേജറി ആൻഡ് മ്യൂസിക്കാലിറ്റി. നമുക്കത് എടുത്ത് പറയാം. നമ്മൾ അപ്രീസിയേഷനൊക്കെ എഴുതുമ്പോൾ സമയത്ത് എടുത്തു പറയണം എന്ത്? പോയത്തിൽ നല്ല ഇമേജറി ഉണ്ട്, നല്ല മ്യൂസിക്കാലിറ്റി ഉണ്ട്. മ്യൂസിക്കാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അസോണൻസ്, അലിട്രേഷൻ എന്നൊക്കെ പറയില്ലേ, റൈമിംഗ് വേർഡ്സ്, അതുപോലെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ലൈൻസ്, ഇതൊക്കെ എന്തിനാണ്? മ്യൂസിക്കാലിറ്റി ഉണ്ടാക്കാനാണ്. പോയത്തിൻ്റെ അകത്തൊരു താളം ഉണ്ടാക്കാൻ, റിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നതും കൂടെ ഉണ്ട് എന്ന് നമ്മൾ പറയുക. ഇത്രയേ ഉള്ളൂ പോം. ഓക്കെ, കഴിഞ്ഞു. 3 സ്റ്റാൻസേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് അടുത്തതായി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് കുറച്ച് പോയറ്റിക് ഡിവൈസസ് ഞാൻ കുറേ പറഞ്ഞു കഴിഞ്ഞു. ആ പോയറ്റിക് ഡിവൈസസ് ഒന്നുകൂടെ നമുക്ക് എടുത്ത് പറയാം, കാരണം ഇത് നമുക്ക് അത്യാവശ്യമാണ് എവിടെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ അല്ലേ. അതിന് വേണ്ടി നമുക്ക് നോക്കാം. ഐ സ്റ്റുഡ് അപ്പോൺ ദ ഹിൽസ് വെൻ ദ ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറയുന്ന ഫസ്റ്റ് ലൈനാണ്. ഓക്കെ, ഞാനിങ്ങനെ കുന്നിൻ്റെ മേലെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഹെവൻസ് വൈഡ് ആർച്ച്, എന്താ ഹെവൻ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് അല്ലേ. സ്വർഗത്തിൻ്റെ ആ വലിയ മഹനീയമായിട്ടുള്ള അല്ലെങ്കിൽ ആ വലിയ വിശാലമായിട്ടുള്ള കമാനം അല്ലെങ്കിൽ ആ പറയുന്ന ആർച്ച് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്, ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഹൊറൈസണെയാണ്. ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ചക്രവാളം, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുന്ന ഒരു സ്ഥലമില്ലേ, നമ്മൾ കിഴക്കും പടിഞ്ഞാറെന്ന് പറയാറില്ലേ, ആ ഹൊറൈസൺ, ചക്രവാളം എന്ന് പറയും. ആ ചക്രവാളത്തെ ഇവിടെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു? ഹെവൻസിൻ്റെ വൈഡ് ആർച്ച് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, സ്വർഗത്തിൻ്റെ മനോഹരമായിട്ടുള്ള കവാടം എന്ന് പറഞ്ഞിട്ട് അവിടെ കമ്പയർ ചെയ്തതുകൊണ്ട്, ഹൊറൈസനെ കമ്പയർ ചെയ്തതുകൊണ്ട് നമുക്കതിനെ മെറ്റഫർ എന്ന് പറയാം. നേരിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിമിലി എന്ന് പറയും. എന്ന് വെച്ചാൽ ലൈക്ക് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആസ് വെച്ചിട്ടോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിമിലി എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല കമ്പയർ ചെയ്തിരിക്കുന്നത്, അത് ഡയറക്റ്റ് കമ്പാരിസൺ ആണ് അല്ലെ. ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന ഹൊറൈസനെ. അതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം? മെറ്റഫർ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, ആൻഡ് വുഡ്സ് വർ ബ്രൈറ്റൻഡ് ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്. സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ് ആയിട്ടുള്ള ഗെയിൽ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, ശക്തമായ കാറ്റാണ്. സോഫ്റ്റ് എന്ന് പറയുന്ന വേർഡ് നേരെ ഓപ്പോസിറ്റും അല്ലേ. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വാക്കുകളെ ഒരുമിച്ച് കൊണ്ടുവരിക. എന്തിന്? ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഓക്സിമെറോൺ എന്ന് പറയും. ഓക്സിമെറോൺ എന്ന് പറയും. എന്താണ്? ഒരു എക്സാമ്പിൾ, ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ടെറിബിൾ ബ്യൂട്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനമാണ്. ടെറിബിൾ ബ്യൂട്ടി നമ്മൾ സാധാരണ അങ്ങനെ മലയാളത്തിൽ എങ്ങനെ പറയാം? ഭയങ്കര സൗന്ദര്യം കേട്ടോ. എന്തൊരു ഭയങ്കര സൗന്ദര്യം. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ടെറിബിൾ അല്ലേ, ഭയം ജനിപ്പിക്കുന്നത്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് ഇമ്പമുള്ളതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്. ശരിയല്ലേ? അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് വാക്കുകളല്ലേ. നമ്മളതിനെ എന്തിനാ ഒരുമിച്ച് കൊണ്ടുവരുന്നത്? ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ. ഇതിങ്ങനെ പറയുന്നതിനാണ് നമ്മളെന്താ പറയുക? ഓക്സിമെറോൺ എന്ന് പറയാം. ഇപ്പോൾ നോക്ക്, സോഫ്റ്റ് ഗെയിൽ കാറ്റ്, ഭയങ്കര കാറ്റ്. സത്യമല്ലേ? റെഡിയല്ലേ? സത്യമല്ല, റെഡിയല്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്ത ആ ഒരു പോയിന്റിലേക്ക് വരാം. ഫെയ്ഡിങ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ അല്ലേ, ആൻഡ് ദെയർ ഫെയ്ഡിങ് ഗ്ലോറി ഷോൺ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലൗഡ്സിൻ്റെയാണ്. ഫെയ്ഡിങ് ഗ്ലോറി, ഫെയ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരത്തതായി പോവുക. ഗ്ലോറി എന്ന് പറഞ്ഞാൽ മഹനീയമായിട്ടുള്ളതും ഫെയ്ഡിങ്ങും തമ്മിൽ അന്തരമുണ്ട് അല്ലേ, ഓപ്പോസിറ്റാണ്. അപ്പോൾ അതിനെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. എന്താണ്? ഓക്സിമെറോൺ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ. ക്ലൗഡ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ അല്ലെ, യുദ്ധത്തിൽ പരാജയപ്പെട്ട നേറ്റീവ് ആളുകൾ. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗസ്റ്റ് ഇല്ലേ. ഞാൻ വീട്ടിലേക്ക് കയറി പോവുകയാണെങ്കിൽ അതിഥിയാണ് ഞാൻ, ഗസ്റ്റാണ് ഞാൻ. ആ വീട്ടുകാരാരാണ്? ഹോസ്റ്റാണ്, ആതിഥേയൻ. അപ്പോൾ ആതിഥേയൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതുവരെ രാത്രിയിൽ മുഴുവനും ഉണ്ടായിരുന്ന മേഘങ്ങൾ ആതിഥേയരാണ്. അവരുടേക്ക് ഗസ്റ്റ് കയറി വന്നു, സൂര്യൻ കയറി വന്നു. അതോടുകൂടിയിട്ട് അതിഥിയുടെ വരവോടുകൂടിയിട്ട് ആതിഥേയൻ്റെ ആ ഒരു പ്രഭ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ആ ഒരു കാഴ്ച അല്ലെങ്കിൽ ഭംഗി നഷ്ടപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ, യുദ്ധത്തിൽ പരാജയപ്പെട്ട പട്ടാളക്കാരെ പോലെ ആയിരിക്കുന്നു എന്ന പോലെ എന്ന് ഉപയോഗിച്ചതുകൊണ്ട്, ലൈക്ക് ഉപയോഗിച്ചതുകൊണ്ട് നമുക്കതിനെ സിമിലി എന്ന് പറയാം. ഇവിടെ മേഘങ്ങളെയാണ് പട്ടാളക്കാരുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്, പരാജയപ്പെട്ട പട്ടാളക്കാരുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്. സെറ്റിലുള്ള മക്കളെ? യെസ്. നെക്സ്റ്റ് വൺ, ഐ ഹേർഡ് ദിസ് ഡിസ്റ്റന്റ് വാട്ടർ ഡാഷ്
ഡാഷ്, അതുപോലെ ഫ്ലാഷ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് ആ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു മീനിങ്ങിലേക്ക് എത്തുന്നു. ഡാഷ്, ഫ്ലാഷ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ പറയുകയാണെങ്കിൽ ട്രിക്ലിങ്, അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് ആ ശബ്ദം കൊണ്ട് നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് എത്തുന്ന ആ ഒരു വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, യെസ്, ഓണോമെറ്റോപ്പിയ എന്ന് പറയാം. ഓണോമെറ്റോപ്പിയ എന്ന് പറയാം. ഇവിടെ രണ്ടും ഡാഷും ഫ്ലാഷും ഓണോമെറ്റോപ്പിയാണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഡാഷ് എന്ന് പറഞ്ഞാലും ഫ്ലാഷ് എന്ന് പറഞ്ഞാലും ഓണോമെറ്റോപ്പിയാണ്. റെഡിയല്ലേ? അപ്പോൾ ഇത്രയും പോയറ്റിക് ഡിവൈസ് നിങ്ങൾ ഓർത്ത് വെക്കുക. സിമ്പിളാണോ? ഈ ജസ്റ്റ് ഒരു 4-5 അല്ലേ, അതൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രീസിയേഷനിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതിനകത്തുനിന്നും മെയിൻ ഡിസ്കോസ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്കറിയാം. ഒന്ന്, ഈ പോയറ്റിക് ലൈൻസ് എന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. 2, അപ്രീസിയേഷൻ ആണ്. ഓക്കെ, ഒന്ന് പോയറ്റിക് ലൈൻസ് എന്നിട്ട് നമ്മളോട് കുറച്ച് ചോദ്യം ചോദിക്കും. അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും, കാരണം ഞാനത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അപ്രീസിയേഷനാണ്. അപ്രീസിയേഷന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് തന്നെ മതി നിങ്ങൾക്ക്. ഈ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു പാരഗ്രാഫുകളാക്കിയിട്ട് ആദ്യം ലോങ് ഫെല്ലോയെ പറ്റി പറയുന്നു, അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടി ഓഫ് നേച്ചറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, നെക്സ്റ്റ് പോയറ്റിക്, ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെ എന്ത് ചെയ്യുക, എഴുതുക. ശേഷം ഒരു പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ പോയറ്റിക് ഡിവൈസിനെ കുറിച്ച് എഴുതുക. പിന്നെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ആ പോയം ഉണ്ടാവുമല്ലോ, ഏതൊരു പോയം, അൺനോൺ പോയം, ആ പോയത്തെക്കുറിച്ചിട്ടും നിങ്ങൾ പറഞ്ഞു വെച്ചാൽ മാർക്ക് കൊട്ടയിലായി. ഓക്കെ, അപ്പോൾ ഈ ആദ്യം തന്നെ ഞാൻ പോയിറ്റിനെ ഡിസ്കസ് ചെയ്തു. പോയിറ്റ് ഡിസ്കസ് ചെയ്തതിന് ശേഷം എനിക്ക് പോയിറ്റിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടാവുമല്ലോ, ആ മെസ്സേജ് പറയാം. ആ മെസ്സേജാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അല്ല, പോയറ്റിൻ്റെ മെസ്സേജ് എന്താണെന്ന് ഡയറക്റ്റായിട്ടും ചോദിക്കും. എങ്ങനെ, പോയറ്റിക് ലൈൻസ് എന്നിട്ട് 3 ചോദ്യം ചോദിക്കൂലേ, അവിടെയും ചോദിക്കാം ഈ പോയറ്റിൻ്റെ മെസ്സേജ് എന്താണെന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു മെസ്സേജ് ഞാൻ തന്നിട്ടുള്ളത്. ഇഫ് യു ആർ ടയർഡ് ആൻഡ് ട്രബിൾഡ് വിത്ത് പ്രോബ്ലംസ്, ഗോ ടു ദ ഫോറസ്റ്റ് ആൻഡ് ഹിൽസ്. യു വിൽ ഫർഗെറ്റ് ഓൾ യുവർ പ്രോബ്ലംസ് ആൻഡ് യുവർ മൈൻഡ് വിൽ ബി ഫിൽഡ് വിത്ത് ഒപ്റ്റിമിസം. ദിസ് ഇസ് ദ മെസ്സേജ് ദാറ്റ് പോയറ്റ് കൺവേസ്. അറിയാത്തവർക്ക്, മനസ്സിലാവാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നേരെ വിട്ടോ എവിടേക്ക്, ഒരു ഫോറസ്റ്റിലേക്ക്, ഒരു കുന്നുകളിലേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, അവിടെ പോവുകയാണെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരമുണ്ട്. ഓക്കെ, അവിടെ നിങ്ങളുടെ മനസ്സിൽ മുഴുവനും ഒപ്റ്റിമിസം, തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ മുഴുവനും ഒപ്റ്റിമിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ശുഭാപ്തി വിശ്വാസം, എല്ലാം നല്ലതിനാണ്, എല്ലാം ശരിയാവും എന്നൊരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഇത്രയേ ഉള്ളൂ പോയറ്റിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക, മലയാളത്തിൽ മനസ്സിലാക്കി വെക്കുക. ബൈ ഹാർട്ട് ചെയ്യരുത് കേട്ടോ, മലയാളത്തിൽ മനസ്സിലാക്കി വെക്കുക. ഒപ്റ്റിമിസം എന്നുള്ള വേർഡൊക്കെ ഓർത്ത് വെക്കുക. എന്നിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്യുക, എക്സാമിനേഷന് അങ്ങോട്ട് എഴുതുക തന്നെ. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ പോകാൻ കഴിഞ്ഞു, പോയറ്റിക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞു, അതുപോലെ നമ്മുടെ അപ്രീസിയേഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഒന്ന് എഴുതി നോക്കുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് നേരെ പോയിട്ട് ജമ്പ് ചെയ്യല്ല, നമ്മൾ എഴുതല്ല വേണ്ടത്. എന്ത് ചെയ്യുക, ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് അപ്രീസിയേഷൻ എഴുതി നോക്കുക. അതുപോലെ തന്നെ പോയം ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ പോയറ്റിക് ലൈൻസ് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് ഓർമ്മ വരും. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ വന്നിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഉണ്ടല്ലോ, അതൊന്ന് വായിച്ച് നോക്കിയാൽ പരിപാടി സെറ്റായി. സോ ഈ ഒരു എന്താ പറയുക, വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇനി വേണ്ടുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. ഗ്രാമർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചാപ്റ്റർ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ദിസ് ഇസ് മുഹമ്മദ് ഷാജു SJ signing off from Xylem Learning. Thank you.